Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിന്റെ മറ്റൊരു M സീരീസ് സ്മാർട്ട് ഫോൺ ആണ്. Samsung Galaxy M33 5G. അപ്പോൾ സാംസങ്ങിന്റെ M സീരീസ് എപ്പോഴും ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആണ്. നല്ല സ്പെസിഫിക്കേഷൻ, നല്ല ഫീച്ചേഴ്സ് ഒക്കെ തരുന്ന ഒരു സീരീസ് ആണ് M സീരീസ്. അപ്പോൾ M സീരീസിലെ പുതിയ ഡിവൈസ് ആണ് M33 5G. അപ്പോൾ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല സാംസങ് 6000 തരുന്നത്. ഇതിനു മുമ്പ് സാംസങ് തന്നിട്ട് M33 5Gയിലും 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 25 വാട്ട് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ 5000 mAh തന്നെ ഓൾമോസ്റ്റ് 1.5 ഡേയ്സ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ 6000 ഒബ്വിയസ്ലി ഒരു 2 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ പുതിയ 5 നാനോമീറ്റർ ചിപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 50 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും പിന്നെ സാംസങ്ങിൻ്റെ 1 UI ആണ് വരുന്നത്. അതേപോലെ Android 12 ആണ് വരുന്നത്. എല്ലാം ഒരു പവർ പാക്ക് ഡിവൈസാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ അൺബോക്സിങ്ങിൽ പറയാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സാംസങ് ഗാലക്സി M33 5Gന്റെ ഡീറ്റെയിൽ അൺബോക്സിങ്ങും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോസിലേക്കും കിടക്കാം. അപ്പോൾ നമുക്ക് സാംസങ് ഗാലക്സി M33 5Gന്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ബോക്സിൻ്റെ മുകളിൽ തന്നെ ഡിവൈസിൻ്റെ ഡിസൈൻ കാണാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് സാംസങ് ഗാലക്സി M33 5G സാംസങ് എഴുതി കാണാം. വളരെ മിനിമലിസ്റ്റിക് ബോക്സ് ആണ്. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡഡ് അല്ല. ബോക്സിൻ്റെ ബാക്കിൽ ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. സെഗ്മെൻറ്റിൽ ലീഡർ എന്ന് വേണമെങ്കിൽ പറയാം. 6000 mAh കപ്പാസിറ്റി ബാറ്ററി. ഇതിനു മുമ്പും സാംസങ് 6000 mAh കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലും ആ ഫീച്ചർ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 120 Hz ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ. ഇത് TFT LCD ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ പ്ലസ് 2+2 റിയർ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് Exynos 1280 5 നാനോമീറ്റർ ചിപ്പാണ്. നമ്മൾ സാംസങ് ഗാലക്സി A53 5Gയിൽ കണ്ട അതേ ചിപ്പ് തന്നെയാണ്. അപ്പോൾ നല്ല ഒരു പെർഫോമിംഗ് ചിപ്പാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ബോക്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയ ഒരു ബോക്സ് കാണാം. ഇതിനകത്ത് ഒരു സിം ഇജക്റ്റ് പിന്നാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു USB Type-C ചാർജിങ് കേബിളാണ്. USB Type-C to Type-C ചാർജിങ് കേബിളാണ്. പിന്നെ നമുക്ക് സിം ട്രെയിനിൻ്റെ കാര്യം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ട്രിപ്പിൾ സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ഒരു SD കാർഡും 2 സിം കാർഡും സപ്പോർട്ടഡ് ആണ്. പിന്നെ സാർ വാല്യൂൻ്റെ കാര്യം പറയുന്നത് ഹെഡ് സാർ 1.139 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് മാനുവലിൽ വരുന്നത്. നമുക്ക് ഇവിടെ ഒരു സിം ഇജക്റ്റ് പിന്നും കാണാം. ഇനി ബോക്സിൽ ഇത്രേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഡിവൈസും തുറന്നിട്ട് ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്റ്റും ഡിസൈനും അതേപോലെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി M33 5G. അപ്പോൾ നമുക്ക് കാണാം ഡിസൈൻ തന്നെ വളരെ ഒരു മിനിമലിസ്റ്റിക് ഡിസൈനാണ്. പക്ഷേ വളരെ അട്രാക്റ്റീവും കൂടിയാണ്. കാരണം പ്രത്യേകിച്ച് ഈ ക്യാമറ യൂണിറ്റ് ഉണ്ട്. ക്യാമറ യൂണിറ്റ് സ്ലൈറ്റ് പ്രൊജക്ഷൻ ഉണ്ട്. പക്ഷേ അത് ബാക്കിൽ ഡിസൈനായിട്ട് വളരെ നീറ്റ്ലി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഡിസൈൻ ലാംഗ്വേജാണ് കിട്ടുന്നത്. ഒരു സ്ക്വയറിഷ് ക്യാമറ ലേഔട്ട്, എഡ്ജസ് എല്ലാം സർക്കുലറാണ്. അതേപോലെ തന്നെ ആ ഡിസൈൻ മാറ്റ് ഫിനിഷ് ബാക്ക് പാനലിലോട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു LED ഫ്ലാഷ് കാണാം. ഇത് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു നല്ല മാറ്റ് ഫിനിഷാണ്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് ബിൽഡ് ആണെങ്കിലും വളരെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. സാംസങ് ലോഗോ കാണാം. പിന്നെ സൈഡിൽ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അതേപോലെ തന്നെ ഇത് പവർ ബട്ടനും കൂടിയാണ്. വോളിയം റോക്കർ കീസ് കാണാം. ഇവിടെ സിം ട്രേ കാണാം. ഇതിനകത്ത് 2 സിം കാർഡും ഒരു SD കാർഡും ഇടാം. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഒരു 3.5mm ഓഡിയോ ജാക്കും അതേപോലെ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റാണ് വരുന്നത്. ഇത് ഓഷ്യൻ ബ്ലൂ എന്നാണ് ഇതിൻ്റെ കളറിൻ്റെ പേര്. ഇത് 2 വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്, 8GB 6GB. ഇതിൻ്റെ തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു തിക്കർ ഡിവൈസാണ്. 9.4mm തിക്നെസ്സാണ് വരുന്നത്. 215 grams ആണ്. എങ്കിലും 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ടായിട്ട് പോലും 215 ഗ്രാമിൽ നിർത്തിയിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. അത് നല്ലൊരു ആസ്പെക്റ്റാണ്. കാരണം ഹയർ കപ്പാസിറ്റി ബാറ്ററി ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഡിവൈസിൻ്റെ വെയിറ്റ് കൂടും. എങ്കിലും ഒരു നല്ല ബാലൻസ് വരുത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡിവൈസ് ഹോൾഡ് ചെയ്യുമ്പോൾ വലിയൊരു വെയിറ്റുള്ള ഡിവൈസായിട്ട് നമുക്ക് തോന്നത്തില്ല. കാരണം നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ബാക്കി ആസ്പെക്റ്റ് പറയുന്നത്. ഇവിടെ ഒരു V നോച്ചാണ് വരുന്നത്, പഞ്ച് ഹോൾ അല്ല. നമുക്ക് ഇനി ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത് സാംസങ് ഗാലക്സി M33 5G. നമുക്കിവിടെ ഒരു ഫുൾ HD പ്ലസ് TFT LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇൻഫിനിറ്റി V നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. ഇത് ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. ആക്ച്വലി ഇത് നല്ലൊരു ടച്ച് റെസ്പോൺസ് ആണ് വരുന്നത്. വളരെ സ്മൂത്താണ്. ഇതിനകത്ത് ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടാണ്
സപ്പോർട്ടാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. ഈ ക്യാമറ ഏരിയയിൽ ഗോറില്ല ഗ്ലാസ് 3 സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ആസ്പെക്റ്റാണ്, കാരണം സ്ക്രാച്ച് ഒന്നും പെട്ടെന്ന് ആവത്തില്ല എന്നുള്ളൊരു നല്ല ഓപ്ഷനാണ്, കാരണം ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 120 ഹെർട്സ് ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം റിഫ്രഷ് റേറ്റ്, മോഷൻ സ്മൂത്ത്നെസ്, അഡാപ്റ്റീവ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് 60 ഹെർട്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേയിൽ കിട്ടുന്നത്. വളരെ സ്മൂത്ത് UI ആണ്, ട്രാൻസിഷൻസ് എല്ലാം വളരെ സ്മൂത്താണ്. അതിൻ്റെ വേറൊരു കാരണം ഇതിനകത്ത് വരുന്നത് Exynos 1280 ചിപ്പാണ്. വളരെ സ്മൂത്ത് നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു ചിപ്പാണ്, കാരണം 5 നാനോമീറ്റർ ചിപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻറ്റുമാണ്. അതേപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ല ഒരു ആസ്പെക്റ്റാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വേറൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ പവർ കൂൾ ടെക്നോളജി ഇതിനകത്ത് ഇംപ്ലിമെൻറ്റഡ് ആണ്. പവർ കൂൾ എന്താ വെച്ചാൽ ഫോൺ ഹീറ്റ് ജനറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അതായത് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് കൂൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നോളജിയാണ് പവർ കൂൾ ടെക്നോളജി. സാംസങ്ങിൻ്റെ വേറെ ഫോണുകളുണ്ട്, അത് തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ ഹീറ്റ് ആവാതെ നോക്കാൻ വേണ്ടി പവർ കൂൾ ടെക്നോളജിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്കി നമുക്ക് കിട്ടുന്നത് 5 നാനോമീറ്റർ ആയതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി എഫിഷ്യൻ്റ് ആണ്. അതേപോലെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, കാരണം നമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ട് ലാഗോ ഇഷ്യൂസ് അങ്ങനത്തെ ഒന്നും തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യില്ല. വളരെ നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലേക്ക് വീണ്ടും വരാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് Android 12 ആണ് വരുന്നത്. One UI 4.1 ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ 1 UI 4.1 Android 12 ആണ് വരുന്നത്. അത് നല്ലൊരു ആസ്പെക്റ്റാണ്, കാരണം ഇതിനകത്ത് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഉണ്ട്. പിന്നെ 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും അതേപോലെ 4 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും കിട്ടും. അപ്പോൾ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പറഞ്ഞാൽ Android 13 Android 14 ഡെഫിനറ്റ്ലി കിട്ടും. അതേപോലെ 4 വർഷം സെക്യൂരിറ്റി പാച്ചസ് കിട്ടും. അത് നല്ലൊരു ആസ്പെക്റ്റാണ്, കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പൊതുവേ അപ്ഡേറ്റ്സ് മാക്സിമം ഒന്നൊക്കെയാണ് സ്മാർട്ട് ഫോൺ മേക്കേഴ്സ് തരാറ്. ഇവിടെ നമുക്ക് 2 വർഷത്തെ അപ്ഡേറ്റും 4 വർഷത്തെ പാച്ചും കിട്ടുന്നുള്ളതാണ് സാംസങ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു ആസ്പെക്റ്റാണ് ഡെഫിനറ്റ്ലി പറയാം. കാരണം നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഇതെല്ലാം നോക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്, കാരണം ഒട്ടുമിക്ക ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസിലും ഈ ഫീച്ചേഴ്സ് ഒന്നും വരാറില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് 12 5G ബാൻഡ്സ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് 4G LTE, ഡ്യുവൽ വോൾട്ടി, വോയിസ് ഓർ വൈഫൈ, അങ്ങനെ കാരിയർ അഗ്രിഗേഷൻ എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്ത് UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടാണ്. LPDDR4X റാമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 2 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 6GB റാമും 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം ഡീറ്റെയിൽ പ്രൈസിങ്. ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പ്രൈസിങ് അറിയത്തില്ല, എങ്കിലും അപ്രോക്സിമേറ്റ്ലി 20,000 to 25,000 റേറ്റാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ ക്യാമറ. അപ്പോൾ ക്യാമറ വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്, കാരണം ഇതിനകത്ത് വരുന്നത് നമുക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാപിക്സൽ പ്രൈമറി സെൻസർ, അതേപോലെ ഒരു 5 മെഗാപിക്സൽ അൾട്രാ വൈഡും 2 മെഗാപിക്സൽ മാക്രോം 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറാണ്. 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ UI നോക്കാം. അപ്പോൾ ക്യാമറ UI നമുക്ക് റെഗുലറായി കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും കാണാം, കാരണം പോർട്രേറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ 4K സപ്പോർട്ട് ഉണ്ട്, 4K 30 FPS സപ്പോർട്ട് ഉണ്ട്, അതേപോലെ ഫുൾ HD 60 FPS സപ്പോർട്ട് ഉണ്ട്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കുറേ ഫോൺസിന് അതില്ല, ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ, നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, അതേപോലെ കുറേ ഫൺ എഫക്ട്സ്, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്യാമറ UI എന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. ഇതെല്ലാം സാംസങ് ഗാലക്സി M33 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ക്യാമറ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. നല്ല കളേഴ്സും നല്ല വൈബ്രൻറ്റ് ഇമേജസും ആണ്. അതേപോലെ ഡീറ്റെയിൽസും ഷാർപ്നെസ്സിലും അത്യാവശ്യം കുഴപ്പമില്ല. പ്രത്യേകിച്ച് മാക്രോ മോഡ് നല്ലതാണ്, കാരണം 2 മെഗാപിക്സൽ മാക്രോ സെൻസർ ആയിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിലാണ് മാക്രോസ് വന്നിരിക്കുന്നത്. അതൊരു ഡെഫിനറ്റ്ലി പ്രൈസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പല 2 മെഗാപിക്സൽ ക്യാമറാസും അത്ര ഒരു മികച്ച മാക്രോസ് അല്ല തരാറ്. ഇവിടെ നമുക്ക് 2 മെഗാപിക്സൽ ആണെങ്കിൽ പോലും മാക്രോ സെൻസറിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതായിരുന്നു ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. നമ്മൾ വിശദമായി റിവ്യൂ ചെയ്യുമ്പോൾ ക്യാമറേൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആസ്പെക്ട്സും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഇംപ്രഷൻസിൽ എനിക്ക് ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയാം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്ട്. ഞാൻ നേരത്തെയും പറഞ്ഞു 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. 25 watt ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 25 watt ചാർജിങ് ആക്ച്വലി 0 to 50% 30 മിനിറ്റ്സിൽ കവർ ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്ക് ചാർജിങ് ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ, എങ്കിലും നല്ലൊരു ഫാസ്റ്റാണ്. ചാർജർ ഇൻക്ലൂഡഡ് അല്ല, ചാർജർ നമുക്ക് സെപ്പറേറ്റ് മേടിക്കണം എന്നുള്ളതാണ് വേറൊരു ആസ്പെക്റ്റ്. പിന്നെ അഡാപ്റ്റീവ് പവർ സേവിങ് മോഡും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് തീർച്ചയായിട്ടും കിട്ടും. കാരണം 5000 mAh തന്നെ ഓൾമോസ്റ്റ് 1.5 days ഒക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു 6000 mAh ആവുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 2 days ഓഫ് ബാറ്ററി ലൈഫ് ഈസിലി കിട്ടുന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം നല്ലൊരു ഹയർ കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 25 watt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്.
അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി M33 5Gൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ച്? നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി M33 5Gൻ്റെ അൺബോക്സിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.